യാസീനിൽ പറയുന്ന ചരിത്രം ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികളുടെ ചരിത്രമല്ലേ? ബുത്റൂസും മത്തായിയും പത്രോസും മത്തായിയുടെയും ചരിത്രം പറയുന്നുണ്ട് യാസീനിൽ. ഖൽബുൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം യാസീനാണ്. സയ്യിദുനാ റസൂലുള്ളാഹി യാസീൻ ഡെയിലി ഓതാൻ പറയുന്നു. എന്തുകൊണ്ട്? മഹാന്മാരുടെ ചരിത്രം നീ അനുസ്മരിക്ക്. ഇവിടെ സുന്നത്തെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നീ മനസ്സിലാക്കി അധികമൊന്നും പോകണ്ട. ആഴ്ചയെ പാരായണം ചെയ്യണം സൂറത്തുൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം എപ്പോഴും നീ ഓദിക്കോ, എങ്കിൽ നീ രക്ഷപ്പെടും. ഡെയിലി ഓദിക്കോ. ഈ മഹാന്മാരാകുന്ന മഹത്തുക്കളുടേതാകുന്ന ചരിത്രങ്ങൾ അടങ്ങിയതാകുന്ന പവിത്രമാക്കപ്പെട്ട യാസീൻ, ഖൽബുൽ ഖുർആൻ എന്ന് വിശേഷിപ്പിക്കുന്നു യാസീനിനെ. ഇത് നീ ഓദിക്കോ. അത് ആരുടെ ചരിത്രം പറയുന്നതാണ്? ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളതാകുന്ന മഹാന്മാരുടെ ചരിത്രം പറയുന്നതാണ്. ആരാ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു? ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായി. അനുയായി എന്നല്ല, നേരിട്ട് അനുയായി അല്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികളാകുന്ന ബുത്റൂസിന്റെയും മത്തായിയുടെയും ശിഷ്യനാണ് ബഹുമാനപ്പെട്ടതാകുന്ന ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. യാസീൻ എടുത്ത് പഠിക്കണം. നമ്മൾ ഇതൊക്കെ പഠിക്കണം. കുറെ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ സമൂഹം ശരിക്ക് പഠിക്കേണ്ടതുണ്ട്. ഖുർആൻ മാത്രം നല്ലതുപോലെ ഒന്ന് പഠിച്ചാൽ മതി. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം വേറെ എങ്ങും പഠിക്കേണ്ടതില്ല. ശരിക്ക് നല്ലതുപോലെ പഠിച്ചാൽ അതിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓതാൻ പറയുന്നത്. നിന്റെ ഹൃദയം കൽബ് തെളിയാൻ വേണ്ടി ഇത് ഓതണമെന്നാണ് പറയുന്നത്. ഖുർആൻ നീ ഓത്. അന്താക്കിയ എന്ന് പറയുന്ന ജനവിഭാഗത്തിലേക്ക് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുമതിയോടുകൂടി പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. ആര്? ബഹുമാനപ്പെട്ട മത്താ റളിയല്ലാഹു അൻഹും ബുത്റൂസ് റളിയല്ലാഹു അൻഹും. അവരെയാണ് ബൈബിളിൽ പത്രോസും മത്തായി എന്നറിയപ്പെടുന്നത്. മനസ്സിലാക്കണം. ബുത്റൂസ് റളിയല്ലാഹു അൻഹു, പേടിക്കണ്ട, ഉറക്കെ പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു, വിവാദമൊന്നും ആവൂല. ബുത്റൂസ് മത്താ റളിയല്ലാഹു അൻഹു. മത്താ എന്ന് പറഞ്ഞാൽ ആരാണ്? മത്തായിയാണ്. പക്ഷേ ആരാണ്? അസ്ഹാബുൽ കഹ്ഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ് മത്താ റളിയല്ലാഹു അൻഹു. അസ്ഹാബുൽ കഹ്ഫിനെ അറിയില്ലേ? മക്കസലമീന, തംലീഹ, മർത്തൂനസ്, നൈരൂനസ് റളിയല്ലാഹു അൻഹും മഹത്തുക്കൾ. അവരുടെ ഉസ്താദാണ് ആര്? മത്താ റളിയല്ലാഹു അൻഹു. അവര് ചീട്ട് കളിച്ചുകൊണ്ടും പാതിരാത്രി സമയത്ത് നിശാ ക്ലബ്ബുകളിൽ പാതിരാത്രി സമയത്ത് പോയിരുന്നു കൊണ്ട് സൊറ പറഞ്ഞുകൊണ്ട് വരുന്നതാകുന്ന ഒരു സമൂഹമാണ്. അവരെ ചെന്നുകൊണ്ട് തർബിയത്ത് ചെയ്ത് നന്നാക്കിയാര്? മത്താ റളിയല്ലാഹു അൻഹു. ഭയങ്കര ചരിത്രമാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം. അവരുടെ ഉസ്താദാണ്. അപ്പൊ മത്താ റളിയല്ലാഹു അൻഹും ബുത്റൂസ് റളിയല്ലാഹു അൻഹും രണ്ടുപേരും ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച മഹാന്മാരാണ് ഇവർ രണ്ടുപേരും. ഖുർആനിലുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസാറല്ലാഹ് കമാ ഖാല ഈസ ഇബ്നു മർയം ലിൽ ഹവാരിയീൻ മൻ അൻസാരി ഇലല്ലാഹ് ഖാലൽ ഹവാരിയൂൻ നഹ്നു അൻസാറുല്ലാഹ് فآمن الطائفة وكفر الطائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين. ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ ഈസാ നബിയോട് വിശ്വസിക്കാൻ വേണ്ടി ഈസാ നബി അവരോട് പറഞ്ഞപ്പോ, എന്നെ കൊണ്ട് വിശ്വസിക്കണേ എന്ന് പറഞ്ഞപ്പോ ഞങ്ങളിതാ വിശ്വസിച്ചു എന്ന് പറഞ്ഞതാകുന്ന കൂട്ടത്തിൽ ആദ്യമായി കടന്നു വന്ന വ്യക്തിയാണ് ബുത്റൂസും മത്തായിയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഈസാ നബി അലൈഹി സ്വലാമിനെ കൊണ്ട് ആദ്യം വിശ്വസിച്ച ഈസാ നബിയുടെ അനുയായികളാണ് ആര്? ബുത്റൂസ് റളിയല്ലാഹു അൻഹു, മത്താ റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഉള്ള നമുക്കിടയിലുള്ള മുത്തുനബിയുടെ ഉമ്മത്തിനിടയിലുള്ള ശ്രേഷ്ഠത എത്രമാത്രമാണോ അത്രമാത്രം ശ്രേഷ്ഠതയാണ് ആർക്ക്? ഈസാ നബിയുടെ അനുയായികൾപ്പെട്ട ബുത്റൂസ് റളിയല്ലാഹു അൻഹു, മത്താ റളിയല്ലാഹു അൻഹു ഉള്ളത്. വലിയ മഹാന്മാരാണ്. അങ്ങനെ ഇവർ രണ്ടുപേരെയും അന്താക്കിയയിലേക്ക് അയച്ചു. ഞാൻ ചുരുക്കി പറയാൻ, രണ്ടുപേരും നേരെ അവിടേക്ക് ചെല്ലുമ്പോ പ്രായം ചെന്ന ഒരു മനുഷ്യൻ കാണുകയാണ്. അദ്ദേഹം ചോദിച്ചു, എവിടെ പോകുന്നത്? പറഞ്ഞാൽ നിങ്ങൾ ഈ നാട്ടിലേക്കാണ്. എന്തിനെവിടെ പോകുന്നത്? ആ നാട്ടിലെ ഏകദൈവ വിശ്വാസം പുലയിക്കാൻ വേണ്ടിയാണ്. അവരിപ്പോൾ ബിംബാരാധകരാണെന്ന് അറിഞ്ഞു. അവരെ ഒന്ന് നന്നാക്കിയെടുക്കാൻ വേണ്ടി പ്രബോധനത്തിന് വേണ്ടി ഞങ്ങളെ ഈസാ നബി അലൈഹി സ്വലാം അയച്ചതാ. നിങ്ങൾ പോയാൽ നിങ്ങളെ തല്ലിക്കൊല്ലും. അങ്ങനത്തെ നാട്ടുകാരാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം അവർക്ക് ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന ഷെയ്ഖ് നമ്മളാണ് ഇതിന്റെ ഏജന്റ്. അവിടെ ഇതെല്ലാം കൊടുക്കുന്ന പരിപാടി നമുക്കാണ്. ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന പരിപാടി എനിക്കാണ്. അതുകൊണ്ട് അവിടെ ഇത്
കാലാകാലങ്ങളായിട്ട് അവരെ ആരാധനയിൽ മുഴുകി ജീവിക്കുകയാണ്. നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ ഒരു രക്ഷയുണ്ടാവൂല, അവർ വിശ്വസിക്കൂല, നിങ്ങൾ ഓടിക്കും. ഇവര് പറഞ്ഞു ഇല്ല പോകും. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല കഴിവ് വല്ലതും ഉണ്ടോ, വല്ല എന്തെങ്കിലും വല്ല കറാമത്ത് വല്ലതും ഉണ്ടോ? ഈസാ നബിയുടെ അനുയായികളല്ലേ, പിന്നെ ഉണ്ടോന്നോ? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കഴിവിനെ പറ്റി, വഉബരിഹുൽ അക്മഹ വൽ അബ്റസ ബിഇദ്നില്ലാഹ് വഉഹിയൽ മൗതാ ബിഇദ്നില്ലാഹ് വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖറൂന ഫീ ബുയൂതികും. നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വസ്തുക്കളെ വിളിച്ചു പറയുമായിരുന്നു സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ആ കഴിവ് അങ്ങക്കുണ്ട്. വഉബരിഉൽ അക്മഹ വൽ അബ്റസ ബിഇദ്നില്ലാഹ്, കുഷ്ഠരോഗം ബാധിച്ചവരെയും പാണ്ട് ബാധിച്ചവരുടെയൊക്കെ രോഗം പരിപൂർണമായി ശിഫപ്പെടുത്തും സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ആ കഴിവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെയോ വഉഹിയൽ മൗതാ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ വേണ്ടുകയോടുകൂടി അനുമതിയോടുകൂടി ഞങ്ങൾ മരണപ്പെട്ടു പോയവരെ ജീവിപ്പിക്കുകയും ചെയ്യും. ആ കഴിവ് ഞങ്ങൾക്കുണ്ട്. എന്നെ വേണ്ട, അതിനപ്പുറത്തോട്ട് വല്ലതും വേണം. ഇത് പറ്റുമോ എന്നാണല്ലോ ഉസൂലുൽ ഖായിദ. എങ്ങനെയല്ലേ, കുല്ലുമാ ജാസ അൻ യകൂന മുഅ്ജിസത്തൻ ലിനബിയ്യിൻ ജാസ അൻ യകൂന കറാമത്തൻ ലിവലിയ്യിൻ ഇല്ലൽ ഖുർആൻ. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് എന്ന നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും ഔലിയാക്കൾക്ക് കറാമത്ത് നിലയ്ക്ക് ഉണ്ടാവാം, ഖുർആൻ ഒഴിച്ച്. ഖുർആൻ എന്ന് പറയുന്ന മുഅ്ജിസത്ത് അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, അതൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ സംഭവിക്കാം. കുല്ലുമാ ജാസ അൻ യകൂന മുഅ്ജിസത്തൻ ലിനബിയ്യിൻ ജാസ അൻ യകൂന കറാമത്തൻ ലിവലിയ്യിൻ ഇല്ലൽ ഖുർആൻ. അത് ഉസൂല. അതുകൊണ്ട് തന്നെ അതുണ്ടായി. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഈ കഴിവുകൾ ഞങ്ങൾക്കുണ്ട്. ബഹുമാനപ്പെട്ടതാകുന്ന ആ പ്രായം ചെന്ന മനുഷ്യൻ അദ്ദേഹം പറഞ്ഞത്, ബാ നേരെ കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുവന്ന് വാതിൽ തുറന്ന് കാണിച്ചു. 24 വയസ്സുള്ളതാകുന്ന ജീവച്ഛവമായി കിടക്കുന്ന അദ്ദേഹത്തിന്റെ മകനെ കാണിച്ചു കൊടുത്തു. എന്റെ മോനാണ്, ജനിച്ചിട്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല, കയ്യും കാലും അനക്കാൻ മേല, വൈകല്യമുള്ള മനുഷ്യനാണ്. ഇവനെ ഒന്ന് റെഡിയാക്കി തന്നാൽ നിങ്ങൾ പറയുന്ന പണി നമ്മളെടുക്കും. ഈ പ്രായം ചെന്ന മനുഷ്യൻ പറയാ, ഏറ്റെടുത്തു. ബുത്റുസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് ഉസ്താദ്, ഷെയ്ഖാൻ അദ്ദേഹമാണ്. അദ്ദേഹം കൊണ്ട് നേരെ നിന്നു, തല മുതൽ കാല് വരെ അങ്ങോട്ട് തടുകയാണ്. സുബ്ഹാനല്ലാഹ്. കുട്ടി എഴുന്നേറ്റങ്ങോട്ട് ഇരുന്നു, എഴുന്നേറ്റ് നിന്നു, എഴുന്നേറ്റ് നടന്നു. ഒരല്പസ്വല്പമൊക്കെ അങ്ങോട്ട് നടക്കും. മാത്രമല്ല ഉമ്മയും വാപ്പയും പേരെടുത്ത് വിളിക്കാൻ തുടങ്ങി. അവരെ ഉമ്മ വാപ്പ വിളിക്കാൻ തുടങ്ങി. കണ്ടു സന്തോഷിച്ചു. വാപ്പയാകുന്ന ഈ പ്രായം ചെന്ന മനുഷ്യൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്താ ഞാൻ ചെയ്യേണ്ടത്? നിങ്ങളൊന്നും വേണ്ട, നിങ്ങൾ ഇസ്ലാം മതം പുലുകിയാൽ മതി, വേറെ ഒന്നും നിങ്ങളോട് പറയുന്നില്ല. റെഡിയായി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന ഈസാ റസൂലുള്ളാഹ്. ഈസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വാസം പുൽകുകയാണ്. ആ മനുഷ്യനിതാ ഈസാ നബിയുടെ സ്വഹാബിയായി മാറുകയാണ്. അനുയായികൾ ഉൾപ്പെടുകയാണ്. ഈസാ നബിയെ കൊണ്ട് നേരിട്ടല്ല വിശ്വസിച്ചത്, ശിഷ്യന്മാര് മുഖേനയാണ് ഹിദായത്ത് കിട്ടുന്നത്. അതാണ് നമ്മുടെ വിഷയം കേട്ടോ. സ്വഹാബത്ത് മുഖേന ഹിദായത്ത് കിട്ടുന്ന കാര്യമാണ് ഇവിടെ ചർച്ച. അമ്പ്യാക്കൾ മുഖേന ഹിദായത്ത് കിട്ടുന്നതിൽ നേരത്തെ നമ്മളൊരു ചരിത്രം പറഞ്ഞു. ആരുടേത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ഹിദായത്ത് കിട്ടിയ ഒരു സ്വഹാബിയുടെ ചരിത്രം പറഞ്ഞു. ഇവിടെ അമ്പ്യാക്കൾക്ക് ശേഷം അവരുടെ സ്വഹാബത്ത് മുഖേന ഹിദായത്ത് കിട്ടുന്നതിന്റെ ചരിത്രമായി പറയുന്നത്. അതെവിടെ ഉണ്ട്? അത് ഖുർആനിലുണ്ട്, യാസീനിലുണ്ട്. അതായി പറയുന്നത്, വേറെ എവിടെയും പോകണ്ട. അദ്ദേഹം പറഞ്ഞു, വലിയ സന്തോഷത്തോട് പറഞ്ഞു, ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു. ഇനി എന്താ വേണ്ടത്? ഇനി ഞങ്ങളുടെ കൂടെ വരണം പ്രബോധനത്തിന് വേണ്ടി, നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ, കൗമിന്റെ അടുക്കലേക്ക്. എന്നാ അങ്ങോട്ട് പോയിക്കോ, ഞാൻ വരാം. നിങ്ങൾ അങ്ങോട്ട് പോയി തുടങ്ങിക്കോ, പ്രബോധനം തുടങ്ങിക്കോ. തൊട്ടു പിറകെ ഞാൻ വരുന്നുണ്ട്. ഖുർആൻ സൂറത്ത് യാസീൻ. وَاضْرِبْ لَهُمْ مَثَلًا أَصْحَابَ الْقَرْيَةِ إِذْ جَاءَهَا الْمُرْسَلُونَ إِذْ أَرْسَلْنَا إِلَيْهِمُ اثْنَيْنِ فَكَذَّبُوهُمَا فَعَزَّزْنَا بِثَالِثٍ فَقَالُوا إِنَّا إِلَيْكُمْ مُرْسَلُونَ وَمَا عَلَيْنَا إِلَّا الْبَلَاغُ الْمُبِينُ قَالُوا إِنَّا تَطَيَّرْنَا بِكُمْ لَئِن لَّمْ تَنْتَهُوا لَنَرْجُمَنَّكُمْ
وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്, യാസീൻ ഓതാൻ അറിയാവുന്നവരെ യാസീൻ ശരിക്കൊന്ന് പാരായണം ചെയ്യണേ, അർത്ഥമറിഞ്ഞുകൊണ്ടൊന്ന് ചിന്തിച്ചൊന്ന് പാരായണം ചെയ്യണേ. ഔലിയാക്കളുടെ ചരിത്രമാണ്, മഹത്തുക്കളുടെ ചരിത്രമാണ്. പ്രായം ചെന്ന മനുഷ്യന്റെ അടുക്കൽ നിന്നുകൊണ്ട് ചെല്ലുകയാണ്. പ്രായം ചെന്ന മനുഷ്യൻ ഇതാ പേരെന്താണ്? ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ നിന്നുകൊണ്ട്, വീട്ടിൽ നിന്നുകൊണ്ട് യാത്ര ചോദിച്ചുകൊണ്ട് നാട്ടിലേക്ക് പ്രബോധനത്തിന് വേണ്ടി ചെല്ലുകയാണ്. ആ നാട്ടിൽ ചെന്നുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചും അവന്റെ റസൂലാകുന്ന ഈസാ നബിയെ കുറിച്ചും പരിചയപ്പെടുത്തിയപ്പോ ആ നാട്ടുകാർ ഓടിക്കുകയാണ്. നിങ്ങളെ ഞങ്ങൾ ദുർലക്ഷണമായിട്ട് കാണുകയാ, അതുകൊണ്ട് പോകണേ, ഈ പരിപാടി നിർത്തണേ. നിങ്ങൾ ഈ പരിപാടി നിർത്തിയിട്ടില്ല എങ്കിൽ നിങ്ങളെ തീർച്ചയായും ഞങ്ങൾ എറിഞ്ഞു കൊല്ലുന്നതാണ്. വലയമസന്നകും മിന്നാ അദാബുൻ അലീം. നിങ്ങൾക്ക് തീർച്ചയായും കഠിനമാകുന്ന ശിക്ഷയും ഞങ്ങൾ നൽകുന്നതാണ് എന്ന് സമൂഹം അവരോട് പറഞ്ഞതായി വിശുദ്ധമായ ഖുർആൻ. വാഗ്വാദങ്ങൾക്കിടയിൽ ഒരു കൂട്ടരാകുന്ന ആളുകൾ ആക്രമിക്കാൻ കടന്നു വരുമ്പോ വജാഅ മിൻ അഖ്സൽ മദീന റജുലുൻ യസ്ആ, പട്ടണത്തിന്റെ ഒരു തലക്കിൽ നിന്നുകൊണ്ട് പ്രായം ചെന്നതാകുന്ന മനുഷ്യൻ ഇവരെ കൈപിടിച്ചുകൊണ്ട് ഇസ്ലാം മതം പുൽകിയതാകുന്ന ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു ഓടി വരുകയാണ്. അദ്ദേഹം വന്നിട്ട് പറയുകയാണ്, ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റാ വഹും മുഹ്തദൂൻ. പ്രബോധനം നടത്തുന്നതിന് കൂലി വാങ്ങാത്തതാകുന്ന ഈ സമൂഹത്തെ നിങ്ങൾ പിൻപറ്റണേ. തീർച്ചയായും അവർ ഹിദായത്ത് സിദ്ധിച്ചവരാണ്. സന്മാർഗം നൽകാൻ അവർക്ക് കഴിവുള്ളവരാണ്. ഇവർ സാധാരണ വ്യക്തികളായി നിങ്ങൾ കാണരുത്. ഇവരുടെ കഴിവെല്ലാം ഞാൻ വ്യക്തമായി കണ്ടതാണ്. ഇവരുടെ കറാമത്ത് എന്റെ മകനിലൂടെ ഞാനിതാ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. 24 വയസ്സുള്ള എന്റെ പൊന്നുമോന്, ജീവച്ഛവമായ കട്ടിലിൽ കടന്ന പൊന്നുമോനെ എഴുന്നേപ്പിച്ചിരുത്തിയത് ഇവരാണ്, അവനെ നടത്തിയത് ഇവരാണ്, അവനെ ചാടിപ്പിച്ചത് ഇവനാണ്, അവരെ കൊണ്ട് പേര് വിളിപ്പിച്ചതും ഇവൻ തന്നെയാ. ഇവർ സാധാരണ ആളുകളല്ല. ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റാ വഹും മുഹ്തദൂൻ. ഇവർ സന്മാർഗം പുൽകപ്പെട്ടവരാണ്. ഇവരെ പിൻപറ്റണേ എന്ന് ആ സമൂഹത്തോട് പറഞ്ഞപ്പോ അവർ ശക്തമായി എതിർക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാറിനെതിരെ തിരിയുകയാണ്. നീയല്ലേ ഞങ്ങൾക്ക് ബിംബങ്ങളെ കൊണ്ടുവന്ന് നൽകിയവൻ, നീയല്ലേ അതിനെ സൃഷ്ടിച്ചവൻ, എന്നിട്ട് ഞങ്ങളുടെ കൈവെള്ളയിൽ കൊണ്ടുവന്ന ആരാധനയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നവൻ നീയല്ലയോ? ഹബീബുൻ നജ്ജാറിനെ അടിക്കുകയാണ്, അദ്ദേഹത്തെ ശകാരിക്കുകയാണ്, അദ്ദേഹത്തെ പ്രഹരിക്കുകയാണ്. കൂട്ടത്തിൽ ഒരാൾ ഇറങ്ങി വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിന്റെ അടിവയത്തിൽ ചവിട്ടുകയാ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ടവരുടെ കൊടല് പിൻദ്വാരത്തിലൂടെ പൃഷ്ഠത്തിലൂടെ പുറത്തു പോയാണ്. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു തൽക്ഷണം വഫാതായ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
പ്രായം കൂടിയ മനുഷ്യനാണ്, തല്ല് സഹിക്കാൻ പറ്റുന്നില്ല, ഏറെ സഹിക്കാൻ പറ്റുന്നില്ല. കൂടെയുള്ളതാകുന്ന മത്താ റളിയല്ലാഹു അൻഹുവിനെയും ബഹുമാനപ്പെട്ട ബുത്റുസ് റളിയല്ലാഹു അൻഹുവിനെയും ഉപദ്രവിക്കാൻ തുനിയുകയാ. ബഹുമാനപ്പെട്ടതാകുന്ന ഹബീബുൻ നജ്ജാറിന്റെ ചരിത്രം സൂറത്തു യാസീനിലൂടെ തന്നെ അല്ലാഹു പറയുകയാണ്. ഖീല ദുഖുലിൽ ജന്ന, ഖീല ദുഖുലിൽ ജന്ന. പഠിച്ചു വെക്കണേ മുസ്ലിമേ, മുസ്ലിമത്തേ. ഈസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് നേരിട്ട് വിശ്വസിച്ച വ്യക്തിയല്ല, ഈസാ നബിയുടെ അനുയായികളാകുന്ന ബുത്റുസിനെ കൊണ്ടും മത്താ റളിയല്ലാഹു അൻഹുമയെ കൊണ്ടും വിശ്വസിച്ചതായ ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന പ്രായം ചെന്ന മനുഷ്യനോട് അല്ലാഹു പറയുന്ന വാക്ക് ഖുർആൻ എടുത്തുദ്ധരിക്കുകയാ. ഉദ്ഖുലിൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കണേ, സ്വർഗ്ഗത്തിൽ കടക്കണേ, കടക്കണേ. ശത്രുക്കളുടെ പകരമേറ്റുകൊണ്ട് ഷഹീദായ വ്യക്തിയല്ലയോ നിങ്ങൾക്കുള്ള സ്ഥാനം ദുനിയാവല്ല. നിങ്ങളിനി സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുക, സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുക. സ്വർഗത്തിൽ കടന്നുകൊണ്ട് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു പറയുന്ന ഡയലോഗ് ഖുർആൻ എടുത്തുദ്ധരിക്കുകയാ. എന്റെ സമൂഹമേ, അന്താകിയായിലെ ജനങ്ങളെ, നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ബിമാ ഗഫറ ലീ റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. അല്ലാഹ് എനിക്ക് പുറത്തു തന്ന കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. റബ്ബി എന്റെ പാപം പുറത്തു തന്നു, ഞാൻ തെറ്റ് ചെയ്തവനാണ്, നിങ്ങൾക്ക് ബിംബങ്ങൾ നിർമ്മിച്ചു നൽകിയവനാണ്. പക്ഷേ ഇസ്ലാം മതം പുൽകലിലൂടെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു എനിക്ക് പുറത്തു തന്നു. വജഅലനി മിനൽ മുക്രമീൻ. ആദരിക്കപ്പെടുന്ന വിഭാഗത്തിലേക്ക് അല്ലാഹു എന്നെ ഉൾപ്പെടുത്തിയത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പേരിനി പിൽക്കാലത്ത് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു പറയുന്ന ആളുകളുണ്ടാകും. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു വജഅലനി മിനൽ മുക്രമീൻ. അല്ലാഹു എന്നെ അനുഗ്രഹിക്കപ്പെട്ട വിഭാഗത്തിൽ എന്നെ ഉൾപ്പെടുത്തിയ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്ന സമൂഹമേ എന്ന് ഹബീബുൻ നജ്ജാർ സ്വർഗത്തിലിരുന്നു കൊണ്ട് പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ ഒരൊറ്റ അട്ടഹാസത്തിലൂടെ, ജിബ്രീലിന്റെ അട്ടഹാസത്തിലൂടെ നശിപ്പിക്കുകയാ. ഇൻകാനത്ത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദ ഫൈദാഹും ഖാമിദൂൻ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരൊറ്റ അട്ടഹാസത്തോടുകൂടി അന്താകിയ എന്ന് പറയുന്നതായ മോശപ്പെട്ട ജനവിഭാഗത്തെ അല്ലാഹുവിൻ്റെതാകുന്ന പ്രവാചകന്മാരുടെ അനുയായികളെ തള്ളിക്കളയുകയും ആ പ്രവാചകരുടെ അനുയായികളെ ഇടിക്കുകയും തൊഴിക്കുകയും ശകാരിക്കുകയും അവരുടെ മോശമായ രീതിയിൽ അവരെ കൊലപ്പെടുത്തുകയും ചെയ്തതായ സമൂഹത്തെ അല്ലാഹു ഉന്മൂലനം ചെയ്യുകയാണ്. ഫൈദാഹും ഖാമിദൂൻ. പരിപൂർണമായി അവരെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ. എന്താ ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം? പ്രവാചകന്മാർ മുഖേന ഹിദായത്ത് കിട്ടി, ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഖേന ഹിദായത്ത്. ആരാ പ്രവാചകൻ? സയ്യിദുനാ ഈസാ നബിയുടെ അനുയായികളിൽപ്പെട്ട ബുത്റുസ് മത്താ റളിയല്ലാഹു അൻഹു, അവർ മുഖേന ഹിദായത്ത് കിട്ടിയ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം എവിടെ പോയി? അവസാനം എവിടെ എത്തി? സ്വർഗത്തിലെത്തി. അപ്പൊ ഹിദായത്ത് കിട്ടിയെന്ന് ഉറപ്പായി. അതുകൊണ്ടാണ് വഹും മുഹ്തദൂൻ എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞത്. ഖുർആൻ പറയാണ് വഹും മുഹ്തദൂൻ. ഈ ഹിദായത്ത് കിട്ടാനാണ് 5 വഖത്ത് നിസ്കാരത്തിൽ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു തഫ്സീർ ബൈലാവിയുടെ തുടക്കത്തിൽ അൻവാർ തൻസീൽ വ അസ്റാർ തഅ്വീൽ എന്നാണ് ബൈലാവിയുടെ ആ കിതാബിന്റെ പേര്. അതിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് കുറച്ച് നാമങ്ങൾ, കുറച്ച് പേരുകൾ എടുത്തു എഴുതുന്നുണ്ട്. ഫാത്തിഹയുടെ പേര്, കുറച്ച് പേരുകൾ. എന്തൊക്കെയാണ് പേര്? ഉമ്മുൽ ഖുർആൻ. കുറെ നാമങ്ങൾ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു ഇതിനൊരു നാമം കൂടിയുണ്ട്. എന്ത്? സൂറത്തു ദുആഇ. ഇത് പ്രാർത്ഥനയുടെ ഒരു സൂക്തം കൂടിയാണ്. ഏതാണ് ആ പ്രാർത്ഥന? ഏതാ പ്രാർത്ഥന? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അതാണ് പ്രാർത്ഥന. അതിന് മുമ്പൊന്നും പ്രാർത്ഥനയില്ല.
അവിടെ മുതലാണ് പ്രാർത്ഥനയുള്ളത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അതാണ് മഹത്വക്കൽ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അവരാണ് ഇബ്ലീസ് അടക്കമുള്ള ബാക്കിയുള്ള അതിന്റെ അഹ്ലുകാർ, ബിദ്അത്തിന്റെ അഹ്ലുകാർ, അവരിൽ പെടാത്തവർ. വലല്ലാലീൻ, വഴിപിഴച്ച ഖൗമിൽ പെടാത്ത അഹ്ലുകാർ, അവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത്. അൻഅംത അലൈഹിയിലും ഞങ്ങളെ ഉൾപ്പെടുത്തണം. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണം. അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 5 വഖത്ത് നിസ്കാരം, 17 റക്അത്ത്. ഒരു സാദാ സീദാ മുഅ്മിൻ 5 വഖത്ത് നിസ്കരിക്കാൻ അവനോട് കൽപ്പിക്കപ്പെട്ടു. ഈ പരിശുദ്ധമായ റജബിന്റെ ഏറ്റവും വലിയ പവിത്രതയും അത് തന്നെയാണ്. റജബ് 27-നാണ് ആദരവായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജ് നടത്തി. ആ മിഅ്റാജ് നടത്തിക്കൊണ്ടിരിക്കവേ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട നമസ്കാരം, ആ നമസ്കാരത്തിലൂടെ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത് ഈ ഹിദായത്താണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഫർളിൽ മാത്രം. റവാത്തിബ് സുന്നത്തുകളാവുമ്പോൾ അധികരിച്ചു. മാബൈനൽ അദാനി സ്വലാത്തുൻ, സയ്യിദുനാ റസൂലുള്ളാഹി. മുഅ്മിനായ മനുഷ്യന് ഓരോ ബാങ്കിനിടയിലും നമസ്കാരമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഓരോ സുന്നത്ത് നിസ്കാരമുണ്ട്. ഓരോ ഫർള് ബാങ്കിനിടയിലും, ബാങ്കിനും ഇഖാമത്തിനും ഇടയിലും സുന്നത്ത് നിസ്കാരമുണ്ട്. അപ്പോൾ സുന്നത്ത് നിസ്കാരത്തിലും നമ്മൾ അധികരിപ്പിക്കുമ്പോൾ എത്ര ഇഹ്ദിന പറയുന്നുണ്ട്, എത്ര സന്മാർഗം നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കാൻ. അപ്പൊ കിട്ടിയ ഹിദായത്തോ അത് അണയാതിരിക്കാൻ, അത് കൂടുതലായി വർദ്ധിക്കാൻ, ഈമാൻ കാമിലാകാൻ, പരിപൂർണ തലത്തിലേക്ക് എത്താൻ. ഏറ്റവും വലിയ കമാലിയത്ത് ആർക്കാണ്? സയ്യിദുനാ റസൂലുള്ളാഹി. ഫഖൻ നബിയ്യിന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഏറ്റവും സമുന്നത വ്യക്തിത്വം ആര്? മുഹമ്മദുൻ മുസ്തഫ. അതിനപ്പുറത്തോട്ട് ആരുമില്ല. അങ്ങനത്തെ ഒരു കമാലിയത്ത് കിട്ടാൻ വേണ്ടിയാണോ? അല്ല, എന്തായാലും കിട്ടൂല. ഈമാന്റെ ഒരു പൂർണ്ണമായ തലത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അത് ഈ മഹാന്മാരെ സ്നേഹിക്കലിലൂടെ. ഞാനിവിടെ വരുമ്പോൾ ബഹുനിരാകുന്ന ഉസ്താദ്മാർ അതാണ് പറഞ്ഞത്, അൽ മർഉ മഅ മൻ അഹബ്ബ. ആരെ സ്നേഹിച്ചോ അവരോടൊപ്പമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അമ്പിയാക്കൾ മുഖേന ഹിദായത്ത്, സ്വഹാബത്ത് മുഖേന ഹിദായത്ത്, താബികൾ മുഖേന ഹിദായത്ത്, അതിനുശേഷം വന്ന ഇമ്മത്തുകൾ മുഖേന ഹിദായത്ത്. മഹാന്മാർ, ഔലിയാക്കൾ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ 470 ജനിച്ചു, 561 വഫാത്തായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അടക്കം മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ജീവിച്ചതാണ്. അശ്ശാഫിഈയ ഫസിർതൽ ഹംബലിയ ബിലാ ഹജ്രിൻ ലിതഹതാത ബിൽ ഖൈറൈൻ മുഅ്തദില ഫലം തസൽ റാഖിയൻ അലാ മഖാമി ഉലാ ഹവൈത അർഫഅ സീതിൻ മുഹിയദ്ദീൻ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഷാഫി മദ്ഹബുകാരനായിരുന്നു. പിന്നീട് അദ്ദേഹം ഹംബലി മദ്ഹബിലേക്ക് മാറി. 4 മദ്ഹബ് ഇല്ലാത്ത വ്യക്തി അവൻ യഥാർത്ഥമായ ദീനനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നവനല്ല. സ്വയം മുജ്തഹിദ് ചമന്നിട്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഹയവാനം കണ്ടില്ലായിരുന്നു? ലൈവിൽ ഇരുന്നിട്ട് പറയാണ്, ഇമാം മഹദി നിങ്ങൾ ആരും അന്വേഷിക്കണ്ട, ഞാൻ തന്നെയാണ്. കഴുത പറയുക, വണ്ടി അപ്പം കിട്ടിയിരുന്നവനെ അപ്പം പോയി അടിക്കണം. അതുപോലെ പണ്ഡിതന്മാരോട് ചോദിച്ചാൽ മതി, അതാ വിറ്റ്. ലാസ്റ്റ് പറയാണ്, ഞാൻ മഹദിയാന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവെന്താണ്? പണ്ഡിതന്മാരോട് ചോദിച്ചാൽ മതി. അത് നാണമില്ലാതെ ലൈവ് ചെയ്യുക, അതിന്റെ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യുക. യേശു ക്രിസ്തുവിൻ്റെ ഒക്കെ ഒരു രൂപമൊക്കെ വരുത്തിയിട്ട് മൂപ്പരങ്ങ് നിൽക്കുക. കാരണം അങ്ങനെയൊക്കെ ആകുമെന്നുള്ളൊരു ധാരണ മൂപ്പർക്കങ്ങ് വന്നിട്ടുണ്ട്. ലോകാവസാനം എത്തിപ്പോയി. ഇങ്ങനെയുള്ള ആളുകൾ, പടപ്പുകൾ എത്രയാണ് ഇറങ്ങി വരുന്നത്. ആരാ വലിയ? അൽ വലിയു അൽ ആരിഫു ബില്ലാഹി ഹസ്ബമാ യുംകിനു അൽ മുവാളിബു അലാ ത്വആതി അൽ മുജ്തനിബു അനിൽ മഹ്ദൂറാതി മിനൽ ലഹവാതി വശഹവാതി വൽ ഹഫവാത്. വലിയ എന്ന് പറഞ്ഞാൽ ആരാ? തഅരീഫ് പഠിക്കണ്ടേ, നിർവചനം അറിയണ്ടേ. വലിയ എന്ന് പറഞ്ഞാൽ അൽ ആരിഫു ബില്ലാഹി ഹസ്ബമാ യുംകിൻ, അല്ലാഹുവിനെ കുറിച്ച് പഠിക്കാവുന്നത്ര അഗാധമാകുന്ന അറിവിന്റെ ആഴിയിലെത്തിയവർക്ക് വലിയ എന്ന് തന്നെ പറയാൻ പറ്റും. അസര വഹിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ വരാവേ, എന്നിട്ട് ബാത്റൂമിൽ കയറി വാട്സാപ്പിൽ ഉസ്താദിനെ മെസ്സേജ് അയക്കുക. കൂട്ടുകാർക്ക്, പണ്ട് കൂടെ പഠിച്ചവർക്ക് മെസ്സേജ് അയച്ചിട്ട് മസല പറഞ്ഞു കഴിയുമ്പോൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ മസല എന്ന് പറയുക. അങ്ങനെയാണോ? അതാണോ വലിയ? ചോദിച്ചാൽ അപ്പം നല്ല മറുപടി കൊടുക്കുക.
അൽ വലിയു അൽ ആരിഫു ബില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് നല്ല അഗാധമാകുന്ന അറിവുള്ള വ്യക്തിക്കാണ് വലി എന്ന് പറയാൻ പറ്റൂ. അത് ആരിം എന്ന് പറയാം. വലി എന്ന് പറയണമെങ്കിൽ നല്ല അറിവ് വേണം, നല്ല അറിവ് വേണം. ചുമ്മാ ഒന്നും വെറുതെ വലിയെന്ന് പറയാൻ പറ്റൂല. 10 പേരിൽ 50 മോതിരം ഇട്ടിട്ട് യാഹു എന്നൊക്കെ പറഞ്ഞിരുന്നാൽ വലിയാന്നും പറഞ്ഞ് നിങ്ങളാരും കാണണ്ട. അത് വലിയല്ല. അങ്ങനെയുള്ളവന്റെ പുറകെ പോകാൻ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്നുമില്ല. നമുക്കിവിടെ തന്നെ ഇഷ്ടംപോലെ ആലിമീങ്ങൾ, സമുന്നതരാകുന്ന സയ്യിദന്മാർ, ഉലമാ ഇപ്പോഴും ഉണ്ട്. അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകട്ടെ. അവരുടെ തണലിലായി അള്ളാഹു നമുക്ക് ജീവിതം സാധ്യമാക്കട്ടെ. അവരുടെ തണലിലായി ഖൈറായ നിലയ്ക്ക് നല്ല മരണവും അള്ളാഹു സാധ്യമാക്കട്ടെ. ആലിമീങ്ങൾക്ക് ഒരു പന്നവും കുറവൊന്നുമില്ല. പിന്നെന്തിനാ ഇത്തരത്തിലുള്ളതാകുന്ന കള്ള ശൈഖന്മാരെയും കള്ള ജിന്നുമാരുടെയും ജിന്നപ്പന്മാരുടെയും ഒക്കെ പുറകെ സഹോദരിമാര് പോകുന്നത്? സ്ത്രീകളാണ് അവിടെ ഏറ്റവും കൂടുതൽ വശംവദരാകുന്നത്. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യന്തസിഉഹു മിനൽ ഇബാദ്. അവസാന കാലഘട്ടം കടന്നു വരുമ്പോ ഇൽമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റയടിക്കങ്ങ് ഊരുകയില്ല. വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. മഹാന്മാരാകുന്ന പണ്ഡിതന്മാരുടെ വഫാത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ ഇൽമിനെ പിടിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. മഹാന്മാരാകുന്ന പണ്ഡിതന്മാരുടെ വഫാത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ പിടിച്ചെടുക്കുക. ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഉള്ളാളതങ്ങൾ, ഈ മഹത്തുക്കളൊക്കെ ഇനി തിരിച്ചു വരുമോ? അവരുടെയൊക്കെ ഇൽമിനെ നമുക്ക് തിരിച്ചു കിട്ടുമോ? അവരൊക്കെ കടന്ന കടപ്പിൽ കിതാബ് പോലും വായിക്കണ്ട, നോക്കേണ്ട കാര്യമില്ല. അവിടുന്ന് വായിച്ചു കൊടുക്കുന്നു, ഇബാറത്ത് ഹല്ല് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനത്തെ മഹാന്മാരൊക്കെ ഇനി വരുമോ? ചിന്തിച്ചു നോക്ക്. ഓക്കെ, ഉസ്താദിനെ പോലെയുള്ളതാകുന്ന മഹാന്മാർ ഇനി നമുക്ക് സാധ്യമാകുമോ? ലോകത്തിന് കിട്ടുമോ? അതുകൊണ്ട് തന്നെ ഇൽമിനെ അല്ലാഹു പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഇൽമിനെ അങ്ങ് ഉയർത്തുക എന്നല്ല. വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. പണ്ഡിതന്മാരുടെ വഫാത്ത് മുഖേനയാണ്, അവരെ പിടിക്കലിലൂടെ, അവരുടെ റൂഹിനെ, അവരുടെ ആത്മാവിനെ പിടിക്കലിലൂടെയാണ് ഇൽമിനെ അല്ലാഹു പിടിച്ചെടുക്കുന്നത്. അവസാന ഘട്ടത്തിൽ നല്ല നല്ല ആലിമീങ്ങൾ അല്ലാഹു കൊണ്ടുപോകും. അല്ലാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെയൊക്കെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകട്ടെ. എന്നിട്ട് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഹത്താ ഇത്തഖദന്നാസു റൂസൻ ജുഹാല. വിവരമില്ലാത്തതാകുന്ന, വിവരദോഷികളാകുന്ന കള്ള ജിന്നുമാരെയും ജിന്നപ്പമാരെയും ഒക്കെ നമ്മൾ വലിയ ആളാക്കി മാറ്റും, വലിയ അഹ്ലുകാരാക്കി അവരുടെ നമ്മൾ കൈപിടിച്ച് മുത്താൻ നിൽക്കും. സമൂഹം തന്നെ അങ്ങനെ ആയിപ്പോവും. ഹദീസാണ്, നബി തങ്ങൾ പറഞ്ഞതാണ്. ഫസുഇലു, അവരോട് മസലകൾ ജനങ്ങൾ ചോദിക്കും, പാവപ്പെട്ടവർ ചോദിക്കും, അറിവില്ലാത്തവർ. അവർ വിവരമുള്ളവരാണെന്ന് ധരിച്ച പാവപ്പെട്ട സഹോദര സഹോദരിമാർ അവരോട് മസലകൾ ചോദിക്കും. ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, അറിവില്ലാത്ത നിലയ്ക്ക് അവർ കുറെ എന്തെങ്കിലുമൊക്കെ ഫത്വ കൊടുക്കും. ഫളല്ലു ഫഅളല്ലു, അവർ അവരെ പിഴപ്പിച്ചു, അവരും പിഴയ്ക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഹദീസാണ്, ഇതൊക്കെ മനസ്സിലാക്കണം നമ്മൾ. ഈ കാലഘട്ടമല്ലേ അത്? ഇന്ന് സമൂഹത്തിലെ ആളുകൾ ആലിമീങ്ങളോട് മസല ചോദിക്കുന്നുണ്ടോ? ഇനി ആലിമീങ്ങളോട് മസല ചോദിച്ചാൽ തന്നെ ആ മസല തന്നെ തൊട്ടപ്പുറത്തെ മഹലിൽ ഇമാമിനോട് ചോദിക്കും. അങ്ങനത്തെ കോമുണ്ട്. ഉസ്താദ് ഈ മസല ഒന്ന് പറഞ്ഞു തരണേ. മസല പറഞ്ഞു കൊടുത്തു, ഉടനെ അപ്പുറത്തെ മഹലിൽ ഉസ്താദ്, ഈ പള്ളിയിൽ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞായിരുന്നു മസല, ശരിയാണോ ഉസ്താദ്? അത് ലാസ്റ്റേ പറയുള്ളൂ. മസല ചോദിക്കും, ചോദിച്ചിട്ട് അതിന് മറുപടി പറയുമ്പോൾ പറയും, അത് ഇങ്ങനെയാണല്ലോ ഈ പള്ളിയിൽ ഉസ്താദ് പറഞ്ഞത്. ഇതാണ് കൗമ. അവർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കി, എങ്ങനെയെങ്കിലും തല്ലും വഴക്കുണ്ടാക്കിയ റാഹത്തായി ചായ കുടിച്ച് നിലകൊള്ള ഇങ്ങനത്തെ കൗമ്. മസല അറിയാൻ വേണ്ടിയൊന്നുമല്ല, അത് അമൽ ചെയ്യാനുമല്ല, വെറുതെ പോരടിപ്പിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, സ്പർദ്ധ വളർത്തുക, അവർക്കിടയിലുള്ള സ്നേഹബന്ധങ്ങൾ, ഐക്യങ്ങൾ അത് ഊട്ടിയുറപ്പിക്കുന്നതിന് പകരം അവർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കുക. ഇങ്ങനത്തെ അഹ്ലുകാർ കള്ള ശൈഖന്മാരെ പോയി കണ്ടിട്ട് അവരുടെ അടുക്കൽ നിന്ന് ഫത്വ വാങ്ങുക, അങ്ങനെയുള്ള അഹ്ലുകാരെ പോയി കാണുക. ഫസുഇലു ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ ഫളല്ലു ഫഅളല്ലു സയ്യിദുനാ റസൂലുള്ളാഹി. അവരും പിഴയ്ക്കുന്നു, മറ്റുള്ളവർ പിഴപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കാരണമായിട്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ല ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത്? എത്രയെത്ര ആളുകളാണ്, എത്രയെത്ര സഹോദര സഹോദരിമാരാണ് ആത്മീയ ചൂഷണത്തിൽ പെട്ടുപോയിട്ടുള്ളത്. നഊദു ബില്ലാഹ്. അല്ലാഹുവേ നീ പുറത്തു തരണേ നാഥാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യഥാർത്ഥമാകുന്ന ദീനനുസരിച്ചുകൊണ്ട് നീ നിലകൊള്ളണേ, നിലകൊള്ളണേ. വലിയെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വ്യക്തിയായിട്ട് നീ കാണരുതേ, കാണരുതേ. വൈദ്യശേഖർ റളിയല്ലാഹു അൻഹു എന്താ അവരുടെ ഇൽമ്?
470 ജനിച്ചു. 88 ബഹുമാനപ്പെട്ടവർ 488 ബഗ്ദാദിന്റെ മണ്ണിലേക്ക് ഇൽമ തേടി പോകുന്നത്. 33 വർഷം ഇൽമ പഠിച്ചു. صرت في العسر أوحد العلماء ഇൽമിന്റെ എല്ലാ ശാഖോപശാഖകളിൽ ഞാൻ മുങ്ങിക്കുളിച്ചു. ഞാൻ പഠിക്കാത്ത ഫന്നില്ല, എല്ലാ ഫന്നുകളിലും ഞാൻ മുങ്ങിക്കുളിച്ചു. 33 വർഷമാണ് ഇൽമ പഠിക്കുന്നത്. 8 വർഷം കഴിയുമ്പോൾ നമ്മളൊരു ബിരുദം എടുത്ത് തഹസീലായി റാഹത്തായി ഒരു പള്ളിയിൽ സേവനം അനുഷ്ഠിക്കും, അല്ലേ? അള്ളാഹു ആഫിയത്ത് തരട്ടെ. ധാരാളം കാലം ദീനിന് ഖിദ്മത്ത് എടുക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. പഠിച്ചു നോക്കുക, നിങ്ങൾ 33 വർഷം ഇൽമ പഠിച്ചു. അപ്പം എന്താ അവരുടെ പഠിത്തം? അതിനിങ്ങനെ ഓടി നടക്കുക. ആലിമീങ്ങളുടെ അടുക്കൽ വിവിധ ഫന്നുകൾ പഠിക്കാൻ വ്യത്യസ്ത ഉലമാഇന്റെ അടുക്കൽ പോയി പഠിക്കുന്നു. എല്ലാ ശാഖോപശാഖകളിലും മുങ്ങിക്കുളിച്ചു. അങ്ങനെ തികഞ്ഞ ആലിമായി 51ാമത്തെ വയസ്സെത്തിയപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ പഠിച്ചു തീർന്നത്. പിന്നീടാണ് വിവാഹം കഴിച്ചത്. ചരിത്രം കാണാം. 4 വിവാഹം കഴിച്ചു. 49 മക്കൾ, 27 ആൺമക്കൾ, 22 പെൺമക്കൾ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 27 ആൺമക്കളിൽ 14 പേര് ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. 13 ആൺമക്കളാണ് ബാക്കിയായത്. 22 പെൺമക്കളിൽ നിന്നും 21 ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. ഒരൊറ്റ പെൺകുട്ടി മാത്രമാണ് ബാക്കിയായത്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ 49 മക്കളിൽ നിന്നും 35 മക്കളും ആണും പെണ്ണുമായി ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. 13 ആണും 1 പെണ്ണുമാണ് ബാക്കിയായത്. അദ്ദേഹത്തിന്റെ മകൻ ബഹുമാനപ്പെട്ടതാകുന്ന അബ്ദുൽ വഹാബ് റളിയല്ലാഹു അൻഹു മൂത്ത മകൻ. അദ്ദേഹം ആലിമായിരുന്നു, വിലായത്തിന്റെ പട്ടം കിട്ടിയ വ്യക്തിയാണ്. അദ്ദേഹം തന്നെയാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് എന്ന് ചരിത്രം കാണാം. ഇങ്ങനെ ഹിജ്റ 530 ജനിച്ചു ബഹുമാനപ്പെട്ടതാകുന്ന അജ്മീർ ഖ്വാജ റളിയല്ലാഹു അൻഹു. ഉറക്കെ പറയും റളിയല്ലാഹു അൻഹു. അടുത്തെന്ന് തോന്നി നിങ്ങൾക്ക് നിർത്തിയേക്കാം. നിർത്തണം, 5 മിനിറ്റ് കൂടി തങ്ങൾ വന്ന് നമുക്ക് ദ്വാരനേക്കാം ഇൻഷാ അല്ലാഹ്. 11 മണിയാകുമ്പോൾ അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ നൽകട്ടെ. അജ്മീർ ഖ്വാജ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഇതുപോലെ ഇൽമ നേടിയ വ്യക്തിയല്ലേ? ചെറിയ ആളാണോ? ഒരു സാദാ സീതാ വ്യക്തിയായിട്ടാണോ കാണുന്നത്? സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ദിസിൽ അജ്മീർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഹിജ്റ 530 ജനിച്ചു. 15 വർഷത്തോളം തന്റെ പ്രിയപ്പെട്ടതാകുന്ന പിതാവിന്റെ അടുക്കൽ ഇൽമുകൾ പഠിച്ചു, പ്രാഥമിക ഇൽമുകൾ. 15ാമത്തെ വയസ്സിൽ വാപ്പ മരണപ്പെട്ടു പോയി. വാപ്പ അദ്ദേഹത്തിന് തെരിക്കത്തായി ഉപേക്ഷിച്ചാണ് ഒരു ചെറിയൊരു പൂന്തോട്ടം. ആ പൂന്തോട്ടം നനച്ചുകൊണ്ടിരിക്കവേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖന്ദൂസി റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്, ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. ആ നാട്ടിൽ വന്നതാണ്. അദ്ദേഹത്തെ പോയി കണ്ടു. കൊട്ടയിലുള്ളതാകുന്ന ഒരു ചെറിയൊരു കാരക്ക ബഹുമാനപ്പെട്ടവർക്ക് നൽകി. ആര്? ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ ദിസിൽ അജ്മീർ റളിയല്ലാഹു അൻഹു. അന്ന് വലിയ മഹാനായില്ല, കുട്ടിയാണ്, 15 വയസ്സുള്ളൂ. ആ കാരക്ക കഴിച്ചു. വലിയ സന്തോഷമായി. അതിഥി സൽക്കാരം നടത്തിയല്ലോ. അതുകൊണ്ട് തന്നെ പോകുന്നതിന് മുമ്പായിട്ട് ഒരു റൊട്ടി കഷ്ണം, ഒരുണങ്ങിയ റൊട്ടി കഷ്ണം വായിലിട്ട് ചവച്ചിട്ട് ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം നൽകിയെന്നാണ്. കേൾക്കുമ്പോൾ ചിലർക്ക് വലിയ വിഷമമായിരിക്കും. ഇത് കേൾക്കുമ്പോഴാണ് ചിലർക്ക് വലിയ വിഷമം. അപ്പോൾ മക്കൾക്ക് ജനിക്കും സമയത്ത് വായിലിട്ട് കാരക്ക ചവച്ചു കൊടുക്കാൻ പറയുന്നതിൽ അസിലെന്താ? കൊടുക്കലുണ്ടോ? അതാ മറ്റേ ഇത് തേനിങ്ങനെ തുണ്ടി കൊടുക്കലോ ഉള്ളൂ. അതാ ഇപ്പം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരക്ക ഒന്നും ചവച്ചൊന്നും ആരും കൊടുക്കുന്നില്ല. തേനിങ്ങനെ കെറിയിലോട്ട് ഇങ്ങനെ തൊണ്ട് കൊടുക്കുക, എന്നിട്ട് തൊട്ട് കൊടുത്തു എന്ന് പറയുക. അങ്ങനെ അല്ലല്ലോ അതിൻ്റെ അസില്. യഥാർത്ഥത്തിൽ എന്താണ്? നല്ല കാരക്ക വായിലിട്ട് ചവച്ച് അരച്ച് നല്ല ഉമിനീര് പോലെ ആക്കിയിട്ട് അതുകൊണ്ട് കൊടുക്കുക. കാരക്ക അങ്ങോട്ട് തന്നെ ഇട്ടിട്ട് വാടച്ച് ഒഴിച്ച് ഹാള്ള പിന്നെ ജാതം പൊട്ടി കൊച്ചു മയ്യത്ത് കരിച്ചിട്ട് വാപ്പാക്ക് പോവാം. അങ്ങനെ പറഞ്ഞെന്ന് പറയരുത്. അതിനാണ് ഇത് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് അസിലുണ്ടതിന്. ഇതൊക്കെ ഹദീസുള്ളതല്ലേ? എന്നാന്നല്ലേ ഇന്നൊരു തേനുമായിട്ട് പ്രസവിക്കാൻ പോകുമ്പോഴത്തേക്കും തേനെടുത്തോന്നാണ് ചോദിക്കുന്നത്. തേനുമായിട്ട് പോയിട്ട് നേരെ അവിടെ പോയി കെറിയിൽ തൊട്ട് കൊടുക്കുക. ഇത്തപ്പഴം വേണ്ട, കാരക്കയും വേണ്ട, ഒന്നും വേണ്ട. ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? നമ്മൾ അതനുസരിച്ച് അമൽ ചെയ്തു നോക്കി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഓരോന്നിനും അതിൻ്റെതായ അസലുണ്ട്, അത് ചെയ്തു നോക്കണം. അപ്പം ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം ഖന്ദൂസി റളിയല്ലാഹു അൻഹു ഒരു ഉണക്ക റൊട്ടി വായിലിട്ടിട്ട് ചവച്ചരച്ചിട്ട് മുഈനുദ്ദീൻ എന്ന് പറയുന്ന ഈ കുട്ടിക്ക് കൊടുത്തു. 15 വയസ്സുള്ള പൊന്നുമോന്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അവിടുന്ന് രേഖപ്പെടുത്തി വെക്കുന്നു, ഫതറക ദുനിയ ബിൽകുല്ലിയ, ദുനിയാവ് മുഴുവൻ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ ചിന്ത മുഴുവൻ പോയി. ഇതങ്ങോട്ട് കഴിച്ചാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്?
അവരുടെ കയ്യിൽ നിന്ന് വായിലിട്ട് ചവച്ചരച്ചിട്ട് കൂടെ കിട്ടി, അതുകൊണ്ട് കഴിച്ചതോടുകൂടി ദുന്യാവിനോടുള്ള എല്ലാ അനുഭൂതികളും ആസ്വാദനങ്ങളും മുറിഞ്ഞുപോയി. സുഹൃത്ത് പരിത്യാഗം ഹൃദയത്തിലേക്ക് കയറി. അങ്ങനെ ബഹു പഠിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു. പിന്നെ ഖുദ്സിയായതാകുന്ന ഇലാഹിയാകുന്ന ചില ഇശാറത്തുകളാണ് ഹൃദയത്തിൽ കൊടുക്കുന്നത്. അതനുസരിച്ചുകൊണ്ട് ഇങ്ങനെ യാത്രയാണ്. നേരെ അദ്ദേഹം പോകുന്നത് ഖുറാസാനിലേക്കാണ്. അവിടെ ചെന്നുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി. ബഹുമാനപ്പെട്ടവർ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി. അതിനുശേഷം ബഹുമാനപ്പെട്ടവർ ബുഖാറയിലേക്ക് പോയി. അവിടെ ചെന്നുകൊണ്ട് ഹിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. വിശുദ്ധമായ ഖുർആനിന്റെ തഫ്സീറുകളും ഹദീസിന്റെ ശാഖോപശാഖകളും ഫിഖ്ഹുകളും എല്ലാ കർമ്മശാസ്ത്ര മസലകളും ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ നിന്ന് പഠിച്ചെടുത്തു. ഹിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് പിന്നീട് ഇലാഹിയാകുന്ന ഒരു ഇശാറത്ത് കിട്ടിയപ്പോൾ അവിടുന്ന് പിന്നീട് യാത്രയായി ഹാറൂനിലേക്ക്. ബഹുമാനപ്പെട്ടതാകുന്ന ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഫലാസമ 20 സനതൻ 20 വർഷം അവിടെ അങ്ങ് കൂടി. ബഹുമാനപ്പെട്ടതാകുന്ന ഡൽഹി ഷെയ്ഖ് ബഖ്തിയാറുൽ കഅക്കി റളിയല്ലാഹു അൻഹു, കാക്കി എന്നാണ് നമ്മൾ പറയാ, കഅക്കി റളിയല്ലാഹു അൻഹു ഡൽഹിയിൽ പോയി സിയാറത്ത് ചെയ്തിട്ടുള്ളവർക്കറിയാം. അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ, അവരുടെ പൊരുത്തം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവരൊക്കെയാണ് ഈ ദുനിയാവ് ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ഖുർആനിന്റെ ആയത്തിന്റെ വിശദീകരണത്തിൽ അല്ലാഹുവിന്റെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, കാര്യങ്ങൾ മുഴുവനും നടപടിയാക്കി കൊണ്ടുപോകുന്നത് അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. തദ്ബീർ ചെയ്യുന്നത് അവരാണ്. മനസ്സിലാക്കണം, നമ്മളതൊന്നും തിരിച്ചറിയുന്നില്ല. ഈ ലോകം തന്നെ നിലനിർത്തുന്നത്, ഈ ഭൗതിക ലോകം ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്, ഇവിടെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും മുസ്ലിമീങ്ങൾക്ക് സമാധാനവും ശാന്തിയും ഒക്കെ നൽകിക്കൊണ്ട് ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് ഈ മഹത്തുക്കളാണ്. അതുകൊണ്ട് അവരെ തള്ളിപ്പറയാൻ പാടില്ല, അവരെ ശരിക്കും മുറുകെ പിടിച്ചോണം. ബഖ്തിയാറുൽ കഅക്കി റളിയല്ലാഹു അൻഹു പറയാൻ 20 വർഷം ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ വന്നുകൊണ്ട് ലാസമ, ബഹുമാനപ്പെട്ടതാകുന്ന മുഈനുദ്ദീൻ അജ്മീർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കൽ കൂടി. ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹുവിന്റെ അടുക്കൽ നിലകൊണ്ടു. അതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരുപാട് റിയാളയാണ്, ഇൽമെല്ലാം പഠിച്ചു കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ കൂടിയത് എന്തിനാണ്? റിയാള ഒരുപാട് അമലിയാത്ത് കൊടുക്കാൻ, നമസ്കാരവും വിവാഹത്തും ദിക്റും ഒക്കെ കൊടുത്തങ്ങോട്ട് ചൂടേറ്റുകയാണ്. കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാരെ കുറിച്ച് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയുന്നു. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ അടുക്കൽ പോകുമ്പോൾ 1 ലക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയിട്ട് വരാൻ പറയുമായിരുന്നു. 1 ലക്ഷം ചെല്ലിയിട്ട് തിരിച്ചു വരുമ്പോൾ പറയും വീണ്ടും 1 ലക്ഷം കൂടി ചെല്ലിയിട്ട് വരാൻ പറയും. ആരോടായി പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി 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 നല്ല മർത്തബയിൽ എത്തി നിൽക്കവേ അവർ വീണ്ടും ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ ശൈഖിന്റെ അടുക്കൽ സമീപിക്കുമ്പോൾ ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ് കൊടുക്കുന്ന ഇജാസത്ത് ഇതാണ്, 1 ലക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയിട്ട് വാ. നമ്മൾ 100 തികച്ചു ചെല്ലൂല. 1 ലക്ഷം ചെല്ലിയാൽ മാത്രം മതി എന്നല്ല, അതിന് മുമ്പ് ലക്ഷക്കണക്കിന് ചെല്ലിയിട്ടാണ്. ഖിർഖ ധരിപ്പിക്കണമെങ്കിൽ, മഹത്തുക്കളുടെ ഒരു പദവിയിലേക്ക് നീ എത്തണമെങ്കിൽ, വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തണമെങ്കിൽ അതിന്റെ ചില റിയാളകളുണ്ട്, അങ്ങനെ കൊടുക്കുന്നതാണ്. 1 ലക്ഷം ചെല്ലിയിട്ട് വരുമ്പോൾ പറയും 1 ലക്ഷം കൂടി ചെല്ലും. അങ്ങനെ 3 ലക്ഷമൊക്കെ ചെല്ലിയപ്പോഴാണ് ബഹുമാനപ്പെട്ട കുണ്ടൂർ അബ്ദുൽ ഖാദർ ഉസ്താദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ ഹാല് മാറിയതെന്നാണ്. പിന്നെ എല്ലാം അവിടുന്ന് എഴുതി വെക്കാണ്. എന്ത് കാര്യം ചെന്ന് പറയുന്നത് മുഴുവൻ എഴുത്താണ്. അപ്പോഴാണ് അവസാനമൊക്കെ അറിയാം. ജീവിതകാലത്ത് തന്നെ അവരെ കണ്ടവരാണ്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. എന്തെങ്കിലും ഒരു കാര്യം പോയി പറയുമ്പോഴേ എഴുതി അങ്ങോട്ട് കൊടുക്കും, എഴുതി പേപ്പറിൽ വെക്കാണ്. ആ കാര്യം നടക്കും, ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് നടക്കുമെന്ന് എഴുതി അങ്ങോട്ട് വെക്കും. അത് പറയുന്ന പോലെ ആ സമയത്ത് അത് നടക്കുകയാണ്. ഇവിടെ എഴുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ പേപ്പർ കടലാസുകൾ ഇപ്പോഴും ആ മക്കാമിലുണ്ട്. അവിടെ പോയി നോക്കിയാൽ മതി. എത്രയോ സംഭവ വികാസങ്ങൾ നടന്ന സംഭവങ്ങൾ, അങ്ങനത്തെ മഹാന്മാർ ചിന്തിച്ചു നോക്കി. ഇതൊക്കെ അടുത്ത് കഴിഞ്ഞു പോയ മഹാന്മാരെ കുറിച്ചാണ് പറയുന്നത്. 50 കൊല്ലം മുമ്പുള്ളതൊന്നും അല്ല, 10-15 വർഷം മുമ്പ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയ മഹാന്മാരെ കുറിച്ചുള്ള ചരിത്രമായി പറയുന്നു. അള്ളാഹുരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. സുന്നത്തെ ജമാഅത്തിൽ നമുക്കിനി വേറെ തെളിവൊന്നും വേണ്ട, ഈ മഹാന്മാരെ മാത്രം നോക്കിയാൽ മതി. മലബാർ ദേശത്തുള്ള എത്രയോ മഹാന്മാരുണ്ട്, എത്രയോ മഹത്തുക്കളുണ്ട്.